കേരളത്തിൻ്റേത് അതീവ മോശം ധനമാനേജ്മെന്റ് ആണെന്ന് ആരോപിച്ച് സുപ്രീം കോടതിക്ക് കുറിപ്പ് നൽകിയ അറ്റോർണി ജനറലിന്റെ മറുപടിയുമായി സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. നീതീകരിക്കാൻ കഴിയാത്ത നീക്കമാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി. ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നും കേരളം ആരോപിച്ചു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാളും കൂടുതലാണ് കേന്ദ്ര സർക്കാരിന്റെ കടം. സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ പോകുമ്പോൾ രാജ്യത്തിന്റെ മോശം ക്രെഡിറ്റ് റേറ്റിംഗ് ബാധിക്കുന്നുവെന്നാണ് കേരളത്തിന്റെ മറ്റൊരു വാദം. കിഫ്ബി കടമെടുക്കാൻ പോയപ്പോൾ ഈ പ്രതിസന്ധി നേരിട്ടുവെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിന്റെ നികുതി വരുമാന വർധനവിന് ആനുപാതികമായ വർധനവ് സംസ്ഥാന വിഹിതത്തിൽ ഉണ്ടായില്ല എന്ന ആരോപണവുമായി എളമരം കരീം രംഗത്തെത്തി. കേന്ദ്ര ഫണ്ട് ഔദാര്യമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും എളമരം കരീം പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം തീരുമാനിച്ച് നൽകുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക സൗജന്യമൊന്നുമല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന തുക സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം ലഭിച്ചതുപോലെയാണ്. കേന്ദ്ര സർക്കാർ ധനകാര്യ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കർണാടക സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഡൽഹിയിൽ ഇന്നലെ നടന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാത്ത UDF നടപടിയെയും ബാലഗോപാൽ വിമർശിച്ചു. കേരളത്തിന് ആവശ്യമുള്ള പണമെല്ലാം തരുന്നുണ്ട്, ഇവരുടെ മിസ്മാനേജ്മെന്റ് ആണ് ഇതിന്റെ കാരണം എന്നാണ് UDFന്റെ നേതാക്കന്മാർ പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവും പ്രചാരണവും ശക്തമാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.